എന്താണിത്? ക്യാരറ്റാ? ഇന്ന് കാലത്ത് ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കാം. ക്യാരറ്റ് പിള്ളേര് തിന്നത് ക്യാരറ്റ് ഉപ്പേരി നമുക്ക് വേറൊരു സ്റ്റൈലിൽ ഉണ്ടാക്കാം. പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കാം. നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്ക് ഞാൻ കാര്യം ചെയ്യാം. ഇത് അരിഞ്ഞോ അരിഞ്ഞു തരാം. അരിയല്ല, നമുക്ക് ഇങ്ങനെ ചരണ്ടി എടുക്കാം. ഇത് സവാള കത്തിക്കാം, ക്യാരറ്റിലേക്ക് സവാള നാളികേരം പച്ചവളമൊക്കെ ഇട്ടേ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. നമുക്ക് ഇതുകൊണ്ടൊന്ന് ചരണ്ടി എടുക്കാം. നമ്മളേ ഇന്ന് ഒരു ക്യാരറ്റ് തോരൻ ഉണ്ടാക്കാൻ പോണത്. ക്യാരറ്റ് തോരൻ പിള്ളേരെ പറ്റിക്കാൻ. ക്യാരറ്റ് തന്നെ തോരൻ പച്ച പിള്ളേർ കഴിക്കൂല. അപ്പോൾ നമ്മളിന്ന് വേറെ ഐറ്റംസൊക്കെ കൂടിയിട്ട് തോരൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ സവാള പച്ചവളം കുറച്ചധികം ഇട്ടിട്ടുണ്ട്. നമ്മൾ മുളകൊടി നിർണ്ണയില്ല. പിന്നെ നാളികേരം, കടുക്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്ക് ഇതിൽ നമ്മുടെ ക്യാരറ്റൊക്കെ ചീ റെഡിയാക്കി ഇട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഇത് ക്രിസ്മസിന് പിടിച്ച ക്യാരറ്റ് ബാക്കിയുള്ളതല്ലേ? ഇപ്പൊ നമ്മള് ക്യാരറ്റ് തോരൻ, നമ്മള് ക്രിസ്മസിന് മേടിച്ച ക്യാരറ്റ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് തോരണ്ടാക്കാം. നമ്മൾ ലേശം വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാവട്ടെ. പൊട്ടി ഞാൻ തന്നിട്ടിട്ടതാ പൊട്ടി. അല്ലെങ്കിൽ പൊട്ടിക്കഴിഞ്ഞാൽ ഒരു സവാള, ഒരു 5-6 പച്ചമുളക് കുറച്ച് കൂടുതലെടുത്തല്ലേ? 5 എരിവ് വേണ്ടേ? ചെറുതായിട്ട് 5 ക്യാരറ്റ് പൊതുവെ ചെറിയ മധുരം ഉണ്ടാവും. അങ്ങനെ കടുകൊക്കെ പൊട്ടി, സവാള, പച്ചമുളക്, വേപ്പൽ ഉണ്ടാക്കാൻ കിട്ടാൻ ഇപ്പറുണ്ടോ? മാത്രം കേട്ടോ. 2 പേപ്പർ ഇറക്കട്ടല്ലേ? നമ്മൾ ക്രിസ്മസിന് മേടിച്ച ക്യാരറ്റ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. മറ്റേ ബിരിയാണിക്ക് സ്റ്റൂലൊക്കെ ഇടാൻ വേണ്ടി മേടിച്ച ക്യാരറ്റ് ബാക്കി. അപ്പോൾ വെറുതെ കളയണ്ടല്ലോ. നമ്മളിങ്ങനെ ക്യാരറ്റ് ഉപ്പേരി കൂടെ ഉണ്ടാക്കാറില്ല. പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാം. നമുക്ക് മഞ്ഞപ്പൊടി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഉപ്പ് കൂടും. ഉപ്പ് ലേശം മതി. ക്യാരറ്റും ഒതുങ്ങുന്നു. നാളികൊന്ന് ഫ്രൈ ആയിക്കോട്ടെ. ലേശം നാളികേരം ഒരു അരമുറി അല്ലേ? അരമുറിയില്ല. നാളികേരം പിന്നെ എത്ര ചേർക്കാം. നാളികേരം ചേർക്കുമ്പോഴും ടേസ്റ്റ് കൂടും. ഈ ക്യാരറ്റ് ഇട്ടോ. നമുക്ക് ഈ ക്യാരറ്റ് ഇടാം. അതിനകത്ത് വെള്ളമൊന്നും വേണ്ട. ഇത് ആവി കിടന്നായിപ്പോകും. ഇനി കുറച്ച് നമുക്ക് മൂടി വയ്ക്കാം. ലേശം വരും.
ഒന്ന് ഉപ്പ് കുറച്ച് തൈര് ഉപ്പ് പിടിച്ചിട്ട് അങ്ങാസം കിട്ടാം. ആ ഇത് തുണ്ട് തുമ്പിക്കുന്ന എരിവ് നല്ല പിടിച്ചിട്ടാ മുളക്. മുളകല്ലേ അത് മൂടിയിട്ട് നോക്കി വന്നു നോക്കിയേ. തീ കുറച്ച് തീ കുറച്ച് പക്ഷേ ഇതൊക്കെ കുറച്ചേ വേവാൻ പാടുള്ളൂ പച്ചക്കറിയൊക്കെ. അപ്പൊ നമ്മുടെ ക്യാരറ്റ് ഒരു പകുതി വേവുണ്ട്. ക്യാരറ്റ് അധികം വേവാൻ പാടില്ലല്ലോ, പച്ചക്കറി അധികം വേവാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ മെയിൻ സാധനം ഒരു കോഴിമുട്ട. മുട്ട ഇതാണ് അതിന്റെ മെയിൻ സാധനം. ഇതാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് പിള്ളേർക്കൊരു എയിമാവും. ഇഞ്ചാത്തോട്ടൊന്ന് മിക്സ് ആവട്ടെ. നല്ലോണം തുണ്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. മതി മതി മതി. ഒരു ചെറിയൊരു ഫ്ലേവറിന്. നമ്മുടെ ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് രാവിലെ പുട്ടും കുറ്റിയൊക്കെ റെഡി വെച്ചിട്ടുണ്ടല്ലോ. പുട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാരറ്റ് തോരൻ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കല്ലാവരും. ഒരു ആൾക്കാരുണ്ടാക്കും, ഉണ്ടാക്കാത്ത ആൾക്കാർ. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചങ്കുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.